ഈ സീനിൽ തീയും സീനെ ഉറങ്ങാൻ കിടക്കുകയാണ്. രണ്ടുപേർക്ക് ഉറക്കം വരുന്നില്ല. ഓരോരോ കാര്യങ്ങൾ രണ്ടുപേരും ഓർക്കുന്നുണ്ട്. പായുടെ ഹസ്ബൻഡ് ബിസിനസ്സിൽ തന്നെ ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തീ ഓർക്കുന്നു. സീന ഉറങ്ങിയിട്ടില്ലെന്ന് കാണുമ്പോൾ തീ അവളോട് എന്തു പറ്റി, നീ ഇതുവരെ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നെന്ന് അവൾ പറയുന്നുണ്ട്. തീ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് നീ ചിന്തിക്കാനോ, നിന്നെ കൊണ്ട് ചിന്തിക്കാനും പറ്റുമോ ചോദിച്ച് അവളെ ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ലേറ്റായി, നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കാതെ ഉറങ്ങാൻ അവൻ പറയുന്നു. ഇങ്ങനെ അവളോട് പറയുന്നുണ്ടെങ്കിലും അവന് സ്വയം ഉറക്കം വരുന്നില്ല. സോ അവൻ അവിടെ ഇരുന്ന് അവന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ സീനിൽ സിരിയാണ് കാണിക്കുന്നത്. അവൾ നല്ല ഡെഡിക്കേഷനിൽ അവളുടെ കാലിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ടുള്ള ഈ ട്രീറ്റ്മെന്റ് കാരണം അവളുടെ കാലിന്റെ കണ്ടീഷൻ ഒരുപാട് ബെറ്റർ ആകുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായത്തോടെ അവൾക്കിപ്പോൾ ചെറുതായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. സിരി ഒരുപാട് ഹാപ്പിയാകുന്നു. ഫൈനലി തന്റെ കാലുകൾ ബെറ്റർ ആകുന്നു. പഴയ പോലുള്ള ലൈഫ് തനിക്ക് വീണ്ടും ജീവിക്കാൻ പറ്റുമെന്നറിഞ്ഞ് ഈ ഹാപ്പി ന്യൂസ് തന്റെ സിസ്റ്ററായ സീനയെ വിളിച്ച് സിരിയെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾക്ക് ശേഷം എൻ്റെ കാലുകൾ കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റിയെന്ന് അവൾ പറയുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇതറിഞ്ഞ് സീനയും ഒരുപാട് ഹാപ്പി ആകുന്നു. തന്റെ സിസ്റ്ററിനെ അവൾ കൺഗ്രാലേറ്റ് ചെയ്യുന്നുണ്ട്. സിരിയുടെ കാലിന്റെ കണ്ടീഷൻ ബെറ്റർ ആകുന്നത് കൊണ്ട് ഈ സെയിം കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ സീനയ്ക്ക് കാണിക്കേണ്ടി വരുന്നു. നന്റെ ഹെൽപ്പോടെ അവളും ചെറുതായിട്ട് വീട്ടിൽ നടക്കാൻ തുടങ്ങുന്നുണ്ട്. തീയെ കാണിക്കാനായി അവൾ ചെറുതായിട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് തീ അവളുടെ അടുത്തേക്ക് വരുന്നു. നിനക്ക് എൻ്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല, നീ സൈഡിൽ പോയിരിക്കാൻ അവൾ പറയുന്നു. പക്ഷേ സീന സ്വയം നടക്കാൻ തുടങ്ങുമ്പോൾ അവൾ വീഴുന്നുണ്ട്. തീ ഓടി വന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ, ഞാൻ എന്നോട് പറഞ്ഞല്ലേ നിനക്കിപ്പോൾ എൻ്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടെന്ന് തീ പറയുന്നു. അവനോട് സൈഡിൽ പോയി നിൽക്കാൻ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നടക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുമ്പോൾ പലതവണ അവൾ വീഴുന്നുണ്ട്. അപ്പോഴെല്ലാം തീ വന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ഫൈനലി അവൾ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. തീയുടെ മുന്നിൽ തന്റെ ഈ അച്ചീവ്മെന്റിൽ ഒരുപാട് ഹാപ്പിയാണെന്ന് സീന ആക്ട് ചെയ്യുന്നു. അവനോടൊന്ന് പോയ ശേഷം അവൾ നന്നിനോട് സത്യത്തിൽ ഞാൻ നന്നായിട്ട് ആക്റ്റീവ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഈ സീനിൽ നുട്ട് കമ്പനിയിലേക്ക് വരുന്നു. വന്ന ഉടനെ ക്രിട്ടിനെ അവിടെ എല്ലാം അവൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവനെ കാണുന്നില്ല. സോ അവൾ അവനെ കോൾ ചെയ്യുന്നു. അവളുടെ കോള് അവൻ ആൻസർ ചെയ്യുകയും ചെയ്യുന്നില്ല. അവൾ ആകെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ക്രിട്ട് എന്താ ഫോൺ ആൻസർ ചെയ്യാതെന്ന് ആലോചിച്ച് അവൾ അവിടെ നടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എംപ്ലോയീസ് ഗോസിപ്പ് ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അവരെല്ലാവരും പറയുന്നത് ക്രിട്ടിനെയും സീനയും കുറിച്ചാണ്, ഐ മീൻ സിരിയെയും കുറിച്ചാണ്. കാരണം ഓഫീസിൽ വെച്ച് ക്രിട്ട് സിരിയെ കെയർ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിനെക്കുറിച്ചും അവരുടെ റിലേഷനെ കുറിച്ചും എല്ലാമാണ് ഇവർ ഗോസിപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് നുട്ടിന് ഒരുപാട് ദേഷ്യം വരുന്നു. ഇവിടെ ക്രിട്ടാകട്ടെ റിയൽ സിരിയെ കാണാൻ വന്നിരിക്കുകയാണ്. അവൾ നടക്കാൻ തുടങ്ങിയ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൾക്ക് വേണ്ടി ഫ്ലവേഴ്സുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പീക്കിൻ്റെ അടുത്ത് വന്ന് എനിക്ക് സിരിയെ കാണുമെന്ന് പറയുന്നുണ്ട്. സിരി അപ്പോൾ റൂമിൽ നടക്കുന്ന പ്രാക്ടീസ് ചെയ്യാണ്. പീക്ക് വന്ന് നിന്നെ കാണാൻ ക്രിട്ട് വെളി വന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഫ്ലവേഴ്സും ഉണ്ട്, എന്ത് പറയണമെന്ന് ചോദിക്കുന്നു. ക്രിട്ടിനോട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ, ഞാൻ പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് അവൾ പറയുന്നു. ക്രിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവൻ ഒരുപാട് സാഡ് ആകുന്നു. താൻ കൊണ്ടുവന്ന ആ ഫ്ലവേഴ്സ് അവൻ നോക്കുന്നുണ്ട്. ഒരുപാട് വിഷമത്തോടെ അവൻ തിരിച്ചു പോകുന്നു. സിരിയെ താൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് ആ ഇൻസിഡന്റിനെ കുറിച്ച് അവൻ ഓർക്കുന്നുണ്ട്. അവൻ ഫസ്റ്റ് ടൈം സിരിയെ മീറ്റ് ചെയ്തത് അവന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ക്രിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ സിരി നിൽപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ അവന് സിരിയെ ഒരുപാട് ഇഷ്ടമാകുന്നു. പക്ഷേ സിരിയെ പോപ്പിന്റെ വൈഫാണെന്നും പോപ്പ് തന്റെ ഫാദറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സിരിയെ വന്നയാണെന്നും അവന് മനസ്സിലാകുന്നു. സിരിയെ പോപ്പിന്റെ വൈഫാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവന്റെ ഹാർട്ട് ബ്രേക്ക് ആകുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ഫസ്റ്റ് ടൈം കണ്ടപ്പോഴുള്ള ഒരു ക്രഷ് മാത്രമായിരുന്നു. സോ ഈസി ആയിട്ട് അവൻ അത് ഓവർകം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല. പോപ്പ് ഇപ്പോൾ ജീവനോടില്ല. സിരി അദ്ദേഹത്തിന്റെ വൈഫല്ല. സിരിയുമായി അവൻ ഇപ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ക്യാരക്ടർ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അവൾ ഒരുപാട് കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് അവൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളോടുള്ള അവന്റെ ഫീലിങ്സ് ഒരുപാട് സ്ട്രോങ് ആണ്. ഇവിടെ സിരിയെയും ക്രിട്ടിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്തതിൽ ഒരുപാട് സാഡായിരുന്നു. ആണ്ട് സിരിയോട് കാര്യം ചോദിക്കുന്നുണ്ട്. സിരിയ, കാര്യം എന്താണ്? നീ എന്തിനാ ക്രിട്ടിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത്? അവനെ കാണാൻ നീ എന്താ പോകാതിരുന്നത്? കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. കാരണം ഞാൻ പോപ്പിന്റെ വൈഫാണ്. ഇപ്പോഴും പോപ്പ് എന്റെ ഹസ്ബൻഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉള്ള ബെറ്റർ എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ വെളിയിലേക്ക് വരുമ്പോൾ ക്രിട്ട് കൊണ്ടുവന്ന് ആ ഫ്ലവർ പോട്ട് കാണുന്നുണ്ട്. ക്രിട്ടിനോട് ഇങ്ങനെ പറഞ്ഞതിൽ അവൾ ഒരുപാട് സാഡായിരുന്നു. ആ ഫ്ലവർ പോട്ട് താൻ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ആ ഫ്ലവർ പോട്ട് അവൾ എടുത്ത് അവളുടെ കയ്യിൽ വെക്കുന്നു. ഇവിടെ സിരിയയ്ക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ക്രിട്ടാകട്ടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവൻ ഒരുപാട് സാഡായിരുന്നു. ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ നുട്ടിന്റെ ഒരുപാട് മിസ് കോൾസും മെസ്സേജും അവൻ കാണുന്നുണ്ട്. അവനാകെ ടെൻഷനാകുന്നു. എന്താ കാര്യം എന്നറിയാതെ പെട്ടെന്ന് തന്നെ നുട്ടിനെ കോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നുട്ടല്ല, വേറൊരാളായിരുന്നു. ഈ ഫോണിന്റെ ഓണർ ഇപ്പോൾ ഒരുപാട് ഡ്രങ്ക് ആണെന്ന് ഒരു ബാർടെൻഡർ പറയുന്നു. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലേക്ക് ക്രിട്ട് വരുന്നുണ്ട്. നുട്ടിനെ ഇത്രയും ഡ്രങ്കായ അവസ്ഥയിൽ കാണുമ്പോൾ ക്രിട്ട് ഷോക്കാകുന്നുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന്, നീ എന്തിനാ ഇത്രയും ഡ്രിങ്ക് ചെയ്തത്? കാര്യം എന്താണ്? നീ എണീറ്റ് വാ, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. ഡ്രങ്കായ നുട്ടാകട്ടെ ഒരുപാട് ഇമോഷണലാകുന്നു. എല്ലാവരും എന്നെ വിട്ടു പോവുകയാണ്, ആർക്കും എന്നെ ഇഷ്ടമല്ല, എല്ലാവരും എന്നെ വെറുക്കാണ്, എൻ്റെ സ്വന്തം സിസ്റ്റർ പോലും എന്നെ വെറുക്കാണ്. അവളോട് ഞാൻ എന്തു പറഞ്ഞാലും അവൾ കേൾക്കാറില്ല. ഒരു ശത്രുവിനെ പോലെയാണ് അവൾ ഇപ്പോൾ എന്നെ നോക്കുന്നത്. ആർക്കും എന്നെ ഇഷ്ടമല്ല, നീ മാത്രമാണ് എന്നെ കെയർ ചെയ്യുന്നത്. നീ എന്തിനാ എന്നെ കെയർ ചെയ്യുന്നത്? നീ എന്നെ വെറുക്കാൻ പറഞ്ഞ് നുട്ട് ഒരുപാട് ഇമോഷണൽ ആകുന്നു. ആരെ ഹർട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ക്രിട്ട് പറയുന്നു. നീ ഇപ്പോൾ ഒരുപാട് ഡ്രങ്കാണ്, നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. ഇല്ല, ഞാൻ ഇവിടുന്ന് എവിടെ വരില്ല. നീ എന്നോട് സത്യം പറ, നീ എന്തിനാ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നത്? നിന്റെ ഈ കെയറിങ് കാരണം എനിക്ക് നിന്നോട് ഇപ്പോൾ എന്ത് ഫീലിങ്സ് ആണെന്ന് നിനക്കൊരു ഐഡിയ ഇല്ലാന്ന് നുട്ട് പറയുന്നു. ഇതെല്ലാം കേട്ട് ക്രിട്ടും ഒരുപാട് ഷോക്കാവുന്നുണ്ട്. നുട്ടാകട്ടെ ഒരുപാട് ഡ്രങ്കായിരുന്നു. താൻ എന്താ ഈ പറയുന്നതെന്ന് അവൾ റിയലൈസ് ചെയ്യുന്നില്ല. ആ ഡ്രങ്ക് അവസ്ഥയിൽ അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ക്രിട്ട് ആകെ ഷോക്കായി നിൽക്കാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രിട്ട് നുട്ടിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. അവളെ അവളുടെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ദാരികയോട്, നിന്റെ സിസ്റ്ററിന് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം നിന്റെ സപ്പോർട്ടാണ്. നുട്ടിനെ ടേക്ക് കെയർ ചെയ്യാൻ ദാരികയോട് അവൻ പറയുന്നുണ്ട്. നീ വറിയേണ്ട ആവശ്യമില്ല, എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ദാരിക പറയുന്നു. ക്രിട്ട് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ക്രിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഫേസ് ടു ഫേസ് വരുന്നു. തലേന്ന് രാത്രി താൻ ക്രിട്ടിനോട് കൺഫസ് ചെയ്തും അവനെ കിസ് ചെയ്തെല്ലാം നുട്ടിന് ഓർമ്മയുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപാട് ഓക്വേർഡായിരുന്നു. ലിഫ്റ്റ് വരാൻ ലേറ്റ് ആകുന്നെന്നും തന്നോട് നുട്ട് എന്തോ സംസാരിക്കാൻ തുടങ്ങുകയാണെന്നും ക്രിട്ടിന് മനസ്സിലാകുന്നു. അവൻ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ്റെ ഈ ബിഹേവിയർ കാണുമ്പോൾ നുട്ടിന് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. തീ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിട്ട് അവിടേക്ക് വരുന്നുണ്ട്. സോറി, നിങ്ങളെ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യല്ല. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റുമായി സിരിയയ്ക്ക് അപ്പോയിൻമെന്റ് ഉള്ള ദിവസമാണ്. സോ ഞാൻ അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ വന്നതാണെന്ന് ക്രിട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തീക്ക് ഒരുപാട് ജലസ് ആകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ഫ്രീ ആണ്. ഇന്നിവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാമെന്ന് തീ പറയുന്നു. എന്നിട്ട് സീനയെ കൂട്ടി വെളിയിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു അറ്റാക്കർ അവിടേക്ക് വരുന്നു. എന്നിട്ട് സീനെ പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇത് കാണുന്ന തീ ഓടി വന്ന് ഇടയ്ക്ക് കയറുന്നു. സോ ബുള്ളറ്റ് കൊള്ളുന്നത് അവനാണ്. അപ്പോൾ തന്നെ അവൻ്റെ ബോധം നഷ്ടമാകുന്നു. ഇതെല്ലാം കണ്ട് സീനയാകട്ടെ ഒരുപാട് ഷോക്കാകുന്നു. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ആ അറ്റാക്കർ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അവൾ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ അറ്റാക്കറിൻ്റെ കയ്യിൽ നിന്ന് ഗൺ അവൾ സ്വന്തമാക്കുന്നു. എന്നിട്ട് തിരിച്ച് അയാളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അറ്റാക്കർ പെട്ടെന്ന് ബൈക്കിൽ അവിടുന്ന് പോകുന്നു. ബോധമില്ലാതെ കിടക്കുന്ന തീയെ കണ്ട് സീനാകെ വറീഡാകുന്നു. മറ്റു വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ പതുക്കെ വീൽ ചെയറിൽ എണീക്കുന്നു. എന്നിട്ട് തീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനെ അവൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. പക്ഷെ തീക്ക് ബോധം വരുന്നില്ല. ദാരിക അവിടേക്ക് വരുന്നു. ഈ സീൻ കാണുന്നുണ്ട്. അവൾ ഓടി ഇവരുടെ അടുത്തേക്ക് വരുന്നു. തീ അവസ്ഥയിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ദാരിക ഷോക്കായി നിൽക്കാണ്. പിന്നെ അവളോട് എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറയുന്നു. അവൾ കോൾ ചെയ്യുന്നുണ്ട്. അതേസമയം പായുടെ ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നത്. തൻ്റെ സെക്രട്ടറിയുമായി റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ ആരോ കോൾ ചെയ്യുന്നു. നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ല എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് പായുടെ ഹസ്ബൻഡ് ഒരുപാട് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ഇവിടെ ദാരികയും സീനയും കൂടി തീയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. രണ്ടുപേരും ടെൻഷനിൽ വെളി നിൽപ്പുണ്ട്. അപ്പോൾ മറ്റു വീട്ടുകാർ അവിടേക്ക് വരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
അവർ സീനെടുത്ത് വന്ന് എന്താ സംഭവിച്ചത്, തീയെ ആരാ അറ്റാക്ക് ചെയ്തെന്ന് ചോദിക്കുന്നു. ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ അറ്റാക്കിന്റെ ടാർഗറ്റ് തീ ആയിരുന്നില്ല, ഞാനായിരുന്നു. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തീക്ക് ബുള്ളറ്റ് കൊണ്ടേന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും അവളെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. ദാരികയും അവളെ ബ്ലെയിം ചെയ്യുന്നു. നിന്റെ കെയർലെസ്നെസ് കൊണ്ടാണ് തീക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് അവരെല്ലാവരും പറയുന്നു. അപ്പോൾ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, പേഷ്യന്റ് ഇപ്പോൾ സേഫാണ്, ഡേഞ്ചർ സോൺ കഴിഞ്ഞു, പെട്ടെന്ന് റിക്കവർ ആകുമെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ആശ്വാസമാകുന്നുണ്ട്. ഈ സീനിൽ വീട്ടുകാരെല്ലാവരും സീനിയോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആരാണ് അറ്റാക്ക് ചെയ്തത്, എന്തിനാണ് അറ്റാക്ക് ചെയ്തത്, ഇങ്ങനെ ഓരോന്ന്. ദാരികയും അവളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് നന്നായിട്ടറിയാം, നീ ഞങ്ങളോട് എല്ലാവരോടും കള്ളം പറയായിരുന്നു. ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടയാണ് വീൽ ചെയറിൽ നീറ്റ് നീ നടക്കുന്നത്. നിനക്ക് നടക്കാൻ പറ്റുമായിരുന്നിട്ടും നീ എന്തിനാണ് ഇത് ഞങ്ങളിന്ന് ഹൈഡ് ചെയ്തത്, നിന്റെ ഉദ്ദേശം എന്തായിരുന്നെല്ലാം അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വീട്ടുകാരെ ഷോക്കാകുന്നു. അവര് അവളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സീൻ ഒരു വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദാരികയാകട്ടെ ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സീനയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ ക്രിട്ട് അവിടേക്ക് വരുന്നു. അവനെ കാണുമ്പോൾ സീനയ്ക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. ശരിയാണ്, സിരിയയ്ക്ക് ഇപ്പോൾ നടക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ഇവൾ നിങ്ങളോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റ് വഴിയാണ് സിരിയയ്ക്ക് ഇപ്പോൾ നടക്കാൻ പറ്റുന്നത്. ഇവളുടെ ട്രീറ്റ്മെന്റ് ഫുൾ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷേ ഡോക്ടർ പറയുന്നതും ഈ ഫയല് കണ്ടാൽ നിങ്ങൾക്ക് വിശ്വാസമാകില്ലെന്ന് ക്രിട്ട് ചോദിക്കുന്നു. ഇത് സത്യത്തിൽ റിയൽ സിരിയുടെ ഫയലായിരുന്നു, അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു. സിരി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വീഡിയോയും ക്രിട്ടിന്റെ കയ്യിലുണ്ട്. അവൻ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നു, എങ്ങനെയാണ് സിരിയ നടക്കാൻ ശ്രമിക്കുന്നതെന്നും അങ്ങനെയെല്ലാം. ന്യൂട്ടിന് ഇത് കേട്ട് വിശ്വാസമാകുന്നില്ലെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങി അവൾ നോക്കുന്നുണ്ട്. ഫയല് കാണുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാകുന്നു. ദാരികയ്ക്കും ഇനി ഒന്നും ചോദിക്കേണ്ടായിരുന്നില്ല. എനിക്ക് സിരിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ക്രിട്ട് സീനയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഇതെല്ലാം എന്താ സംഭവിച്ചത്, നിന്നെ ആരാ അറ്റാക്ക് ചെയ്തത്, കറക്റ്റ് സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ സീക്രട്ട് എല്ലാവരുടെയും മുന്നിൽ റിവീൽ ആകുമായിരുന്നെന്ന് അവൻ പറയുന്നു. അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. അറ്റാക്ക് ചെയ്ത ആരാണെങ്കിലും അവരുടെ ടാർഗറ്റ് ഞാനായിരുന്നു എന്ന് സീന പറയുന്നു. നീ അയാളുടെ ഫേസ് കണ്ടോന്ന് ക്രിട്ട് ചോദിക്കുമ്പോൾ കണ്ടില്ല, കാരണം അയാൾ ഹെൽമെറ്റ് വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അറ്റാക്കർ ആരാണെങ്കിലും ഞാൻ അയാളെ കണ്ടെത്തും, വെറുതെ വിടില്ല എന്ന് അവൾ പറയുന്നു. നീ തൽക്കാലം കാമാകാൻ ക്രിട്ട് അവളോട് പറയുന്നുണ്ട്. ഈ സീനിൽ പായുടെ ഹസ്ബൻഡ് തീയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാൻ ലേറ്റായി എന്ന് ഹസ്ബൻഡ് പായോട് പറയുന്നുണ്ട്. രണ്ടുപേരും റൂമിൽ വന്ന് തീയെ കാണുന്നു. അവൻ അപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം എന്താ സംഭവിച്ചത്, തീ ആരാ ഷൂട്ട് ചെയ്ത്, ഷൂട്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നെല്ലാം ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല, ഷൂട്ടറിനെ കിട്ടിയിട്ടില്ല എന്ന് പായം പറയുന്നു. അപ്പോൾ അവിടേക്ക് സീന വരുന്നുണ്ട്. നിങ്ങൾ വറിയേണ്ട, ഇതിന് പിന്നിൽ ആരാണെങ്കിലും അയാൾ പെട്ടെന്ന് അറസ്റ്റ് ആകുമെന്ന് സീന പറയുന്നു. സീനയ്ക്ക് സംശയം ഇതിൻ്റെ എല്ലാം പിന്നിൽ പായുടെ ഹസ്ബൻഡ് ആണെന്നാണ്.